അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു എ സിയുടെ കംപ്രസറിൻ്റെ ടെർമിനൽ എങ്ങനെ ചെക്ക് ചെയ്യാം, അത് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ്, റണ്ണിങ്, കോമൺ എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുക, അതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എ സി ഫീൽഡിലേക്ക് വരുന്ന തുടക്കക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാവും അതിൻ്റെ സ്റ്റാർട്ടിങ്, റണ്ണിങ്, കോമൺ എങ്ങനെയാണ് കണ്ടെത്തുക. അപ്പോൾ ആ സംശയം നമുക്ക് തീർക്കാം. ഈ 3 കുത്ത് എന്ന് പറയുന്നത് എ സിൻ്റെ കംപ്രസറിൻ്റെ ടെർമിനലാണ്. ഇപ്പോൾ എ സിൻ്റെ കംപ്രസർ കണ്ട എല്ലാവർക്കും അറിയാം, ഏകദേശം ഒരു ഇതുപോലെയാണ്, ത്രികോണാകൃതിയിലാണ് അതിൻ്റെ ടെർമിനൽ വരിക. ഇപ്പോൾ ഇത് എ സി കംപ്രസറിൻ്റെ ഉള്ളിലൂടെയുള്ള വൈൻഡിങ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എ സിൻ്റെ ടെർമിനൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലാമീറ്ററിൻ്റെ ആവശ്യമുണ്ട്. ഈ ക്ലാമീറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്, റണ്ണിങ്, കോമൺ ഒക്കെ ചെക്ക് ചെയ്യുന്നത്. ക്ലാമീറ്ററിൽ കണ്ട എല്ലാവർക്കും അറിയാം, ക്ലാമീറ്ററിൽ ഒരു 2 വയറുണ്ടാവും. ഒരു ബ്ലാക്ക് വയർ ഉണ്ടാവും, പിന്നെ ഒരു റെഡ് വയറും ഉണ്ടാവും. ഈ 2 വയർ ഉപയോഗിച്ചിട്ട് ക്ലാമീറ്റർ നമ്മൾ റെസിസ്റ്റൻസിൽ സെറ്റ് ചെയ്യാം. അത് സെറ്റ് ചെയ്തതിന് ശേഷം ആ 2 വയർ ഉപയോഗിച്ച് നമ്മൾ ഒരു വയർ ഈ പോയിന്റിലും ഒരു വയർ ഈ പോയിന്റിലും പിടിക്കുന്ന സമയത്ത് നമുക്കൊരു 4 ഓം വാല്യൂ കിട്ടിയെന്ന് വിചാരിക്കാം. അത് നമ്മൾ എന്താക്കുക, നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം മറ്റ് 2 പോയിന്റുകൾ തമ്മിൽ വാല്യൂ നോക്കുക. ഈ പോയിന്റും തമ്മിൽ വാല്യൂ നോക്കുന്ന സമയത്ത് ഒരു 2 ഓം കിട്ടിയെന്ന് വിചാരിക്കുക. അതും നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നോക്കാത്ത ഏതൊക്കെ പോയിന്റാണ്, ഒന്ന് ഈ പോയിന്റും. അപ്പോൾ ഈ 2 പോയിന്റുകൾ തമ്മിൽ നോക്കുന്ന സമയത്ത് ഒരു 5 ഓം കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഈ പോയിന്റുകളൊക്കെ നമ്മൾ ടെർമിനൽ തമ്മിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ടെർമിനലാണോ റെസിസ്റ്റൻസ് എത്ര കിട്ടി എന്നൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ആ റെസിസ്റ്റൻസ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് സ്റ്റാർട്ടിങ്, റണ്ണിങ്, കോമൺ എന്ന്. അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ കൊടുത്തത് ഈ 2 പോയിന്റുകൾ തമ്മിൽ 5 ഓം, അതുപോലെ ഈ 2 പോയിന്റ് തമ്മിൽ 4 ഓം, ഈ 2 പോയിന്റ് തമ്മിൽ 2 ഓം. അപ്പോൾ ഈ 2 പോയിന്റുകൾ തമ്മിൽ കൂടുതൽ വാല്യൂ ആണ് കിട്ടിയത്. ഈ പോയിന്റും തമ്മിൽ കൂടുതൽ വാല്യൂ ആണ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ടെർമിനലാണ് കോമൺ പോയിന്റ്. ഓക്കെ, അത് നമ്മൾ ഈസി ആയിട്ട് കണ്ടെത്തി. ഇനി നമ്മൾ ഈ കോമൺ പോയിന്റ് വെച്ചിട്ട് ബാക്കിയുള്ള 2 പോയിന്റുകൾ തമ്മിൽ വാല്യൂ നോക്കുക. വാല്യൂ നോക്കുന്ന സമയത്ത് ഏതിലാണോ വാല്യൂ കൂടുതൽ, ഈ പോയിന്റും തമ്മിൽ വാല്യൂ കൂടുതലാണ്. അപ്പോൾ ഈ പോയിന്റ് എന്താണ്, സ്റ്റാർട്ടിങ് പോയിന്റാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു പോയിന്റ് ഏതായിരിക്കും, അത് നമുക്ക് തന്നെ ഗസ് ചെയ്യാം, റണ്ണിങ് പോയിന്റാണ്. ഓക്കെ, കോമണും റണ്ണിങ്ങും തമ്മിലുള്ള റെസിസ്റ്റൻസ് വാല്യൂ കുറവായിരിക്കും. സ്റ്റാർട്ടിങ്ങിനെ അപേക്ഷിച്ച് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അതുപോലെ തന്നെ കോമണും സ്റ്റാർട്ടിങ്ങും റണ്ണിങ്ങിനേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും. നമ്മളിവിടെ നോട്ട് ചെയ്ത് മനസ്സിലാവും, റണ്ണിങ്ങും കോമണും തമ്മിൽ 2 ആണ്. അതിൽ നിന്ന് കുറച്ച് കൂടുതലുള്ള വാല്യൂ ആണ് സ്റ്റാർട്ടിങ്ങും കോമണും തമ്മിൽ. ഏറ്റവും കൂടുതലുള്ള വാല്യൂ റണ്ണിങ്ങും സ്റ്റാർട്ടിങ്ങും തമ്മിലാണ് കിട്ടുക. ഓക്കെ, ഇത് പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ 3 പോയിന്റ് കംപ്രസറിൻ്റെ ടെർമിനലാണ്. ഈ ടെർമിനൽ നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ്, റണ്ണിങ്, കോമൺ മനസ്സിലാക്കുന്നതാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ വാല്യൂ കിട്ടുന്നത് റണ്ണിങ്ങും സ്റ്റാർട്ടിങ്ങും തമ്മിലായിരിക്കും. നമ്മൾ ഈ 2 പോയിന്റുകൾ ചെക്ക് ചെയ്ത സമയത്ത് 5 ഓം ആണ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള പോയിന്റ് എന്താണ്, കോമൺ ആണ്. പിന്നെ ഈ കോമണിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ചെക്ക് ചെയ്ത സമയത്ത് 4 ആണ് കിട്ടിയത്. കോമണിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ചെക്ക് ചെയ്ത് 2 ആണ് കിട്ടിയത്. അപ്പോൾ ഈ പോയിന്റിലേക്ക് വാല്യൂ കൂടുതലാണ്. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് ആണ്. വാല്യൂ കുറവുള്ള പോയിന്റ് ഇതാണ്. അപ്പോൾ ഇത് റണ്ണിങ് ആണ്.
എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.